जय श्री प्रभुपाद की गौर प्रेमानंद। ओम नमो भगवते वासुदेवाय। 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 नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेशा गोपिका कान्ता राधाकान्त नमस्तुते। कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। ईश्वर परमा कृष्णा सच्चिदानंद विग्रह गोविंद सर्वकारण कारणं जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं सुक्तान्तिहम्। जय श्रील प्रभुपाद की। ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 32. आत्मपौमेन सर्वत्र आत्मपौमेन सर्वत्र
സമം പശ്യതി അർജുന സമം പശ്യതിയോ അർജുന സമം പശ്യതി അർജുന സമം പശ്യതിയോ അർജുന സുഖം വാ യതി ദുഃഖം സുഖം വാ യതി ദുഃഖം സുഖം വായതി വാ ദുഃഖം സുഖം വാ യതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മത സ യോഗി പരമോ മത ആത്മഭൗമേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതി അർജുന സമം പശ്യതിയോ അർജുന സുഖം വാ യതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മത സ യോഗി പരമോ മത ആത്മഭൗമേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതി അർജുന സമം പശ്യതിയോ അർജുന സുഖം വാ യതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മത സ യോഗി പരമോ മത ആത്മഭൗമേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം യോഗി പരമോ മതഃ സ യോഗി പരമോ മതഃ ആത്മഭൗമേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ സ യോഗി പരമോ മതഃ ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ ആത്മഭൗമേന സർവത്ര ആത്മഭൗമേന സർവത്ര പശ്യതിയോ അർജുന സമം പശ്യതിയോ അർജുന വായതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ സ യോഗി പരമോ മതഃ ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ ആത്മഭയേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോ അർജുന സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ സ യോഗി പരമോ മതഃ ആത്മൗപൗമ്യേന സർവത്ര ആത്മഭൗമേന സർവത്ര സമം പശ്യതിയോർജുന സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സുഖം വായതി വാ ദുഃഖം സ യോഗി പരമോ മതഃ സ യോഗി പരമോ മതഃ ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ലൈസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. അല്ലയോ അർജുന, എന്റെ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. സ്വാനുഭവം പ്രമാണമാക്കി ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നുപോകുന്നതാണ് ജീവന് ദുഃഖകാരണം. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെയെന്ന് ബോധ്യമാക്കുന്നതാണ് സുഖത്തിന്റെ കാരണം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനായ ജീവാത്മാവിനെ താനും ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിക്കുമ്പോഴാണ് 3 വിധം ഭൗതിക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഒരു ഉത്തമ യോഗിക്കറിയാം. കൃഷ്ണാവബോധം ആനന്ദകരമെന്ന് അറിവുള്ളതും കൊണ്ട് അയാൾ മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. ബോധവാനാകേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ യോഗി എത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സേവകരും
അയാൾ തന്നെ. നച തസ്മാനു മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ ഉത്തമഃ. ഭഗവത്ഗീത 18:69. ഒരു ഭഗവത് ഭക്തൻ സകല ജീവജാലങ്ങളുടെയും ശ്രേയസിനെ കാക്ഷിക്കുന്നതുകൊണ്ട് ഏവരുടെയും ഉത്തമ സുഹൃത്താണെന്നും പറയാം. അയാൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് യോഗത്തിൽ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഉത്തമ യോഗിയായിത്തീർന്ന ആ ഭക്തൻ തന്റെ കൂടെയുള്ള ജീവാത്മാക്കളിൽ ഈർഷ്യാലുവല്ല. തന്റെ ഉത്കർഷത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു യോഗിക്കും ഭഗവത് ഭക്തനും തമ്മിൽ വ്യത്യാസം ഇതാണ്. ധ്യാനത്തിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി വിജന സ്ഥലത്തു പോകുന്ന ഒരു യോഗി ഏവർക്കും കൃഷ്ണാവബോധമുള്ളവനാക്കാനായി ആവുന്നത്ര യത്നിച്ചു പോരുന്ന ഒരു ഭക്തനെ പോലെ പരിപൂർണനാകുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തില് അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്നവനാണ് ഉത്തമനായ യോഗി. അപ്പോൾ ഒരു യോഗിമാരിൽ ഉത്തമനായ യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യോഗിമാരെന്ന് പറഞ്ഞാൽ സാധാരണ ഭൗതിക താല്പര്യം അവർക്കുണ്ടാകും. പക്ഷെ ഉത്തമനായ യോഗിക്ക് അവരിലിരുന്ന് വ്യത്യസ്തമായിരിക്കും. എന്തായിരിക്കും വ്യത്യസ്തത? ഉത്തമനായ യോഗിക്ക് സാധാരണ യോഗിക്കും ഉത്തമനായ യോഗിക്കും വ്യത്യാസമുണ്ട്. മറ്റവർക്ക് എന്ത് താല്പര്യമാണുള്ളത്? ഭൗതിക വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകും. ഈ വ്യക്തിക്ക് അങ്ങനെയല്ല. ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ആധ്യാത്മികത്തിലും ആണ് താല്പര്യം. അപ്പോൾ ഈ വ്യക്തി എന്താണ് വെച്ചാൽ വേറൊരാൾ കൃഷ്ണാബോധത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ഉത്തമ യോഗി എന്ന് പറയുന്നത്. മറ്റേ ആൾ സ്വയം പ്രോഗ്രസ് നേടിയാൽ മതി എന്ന് വിചാരിക്കും. രണ്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണാബോധം നമുക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ രക്ഷപ്പെടുന്നു, ഭൗതിക ലോകത്തിൽ ക്ലേശങ്ങളുണ്ട്, എനിക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം, ഈ ക്ലേശങ്ങൾ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതെന്താണ് എന്ന് പറഞ്ഞാൽ ഭക്തനാണ്. പക്ഷെ ഉത്തമ ഭക്തൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കാര്യങ്ങൾ രക്ഷപ്പെടണം, ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള താല്പര്യം ആ ഉത്തമ ഭക്തനും ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നു ഭൗതിക ലോകത്തില് ദുഃഖമുണ്ട്, സുഖമുണ്ട്, അല്ലേ? ആ ദുഃഖത്തിന് കാരണം എന്താണ്? നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താ? എന്താണ്? മൂന്ന് താപത്രയങ്ങൾ. എന്താണ്? ആധ്യാത്മിക ക്ലേശം, ആദ്യ ഭൗതിക ക്ലേശം, ആദ്യ ദൈവിക ക്ലേശം. ഈ മൂന്നുമാണ് നമ്മുടെ കാരണം. പക്ഷെ യഥാർത്ഥ കാരണം എന്താണ്? ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം മറന്നുപോകും, അല്ലേ? ഭഗവാനെ മറന്നുപോകും. ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ മറക്കുന്നതാണ് നമുക്ക് എന്തിന്റെ പ്രശ്നം? ദുഃഖത്തിന്റെ പ്രശ്നം. ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകാം, വേദന ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകും. എന്നിരുന്നാലും ആര് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല. നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അറിയില്ല. അപ്പോൾ ഭഗവാനെ മറന്നാൽ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദുഃഖിക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് അസുഖം പിടിച്ചാൽ അത് കരയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് പോട്ടെ മോളെ പോട്ടെ, ഒന്നും പോകുന്നില്ല, അസുഖം പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, ശരിയാകും എന്ന് പറയുമ്പോൾ ആ കുട്ടി ഉണ്ടാകുന്നു ഉറങ്ങും. പക്ഷെ അതേ അമ്മ ഇല്ലെങ്കിലോ അതെന്ത് ചെയ്യും? അത് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് പിന്നെയും പേടിയുണ്ടാവും, അതിന് കൂടുതൽ പേടിയുണ്ടാവും. എന്താണ്? ഒരു സമാധാനം, നല്ല വാക്ക് പറയാനോ എന്നെ ആശ്വസിപ്പിക്കാനോ ആരും ഇല്ല എന്നുള്ള വിഷമം കൂടെ അതിനുണ്ടാവും. അപ്പോൾ ഏതായിരിക്കും നല്ലത്? അമ്മ കൂടെ ഇരിക്കുന്നു, അല്ലേ? അതാണ് ഒരു വ്യക്തിയുടെ സന്തോഷം. അതുപോലെ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ഒരു തരത്തിലും ഭൗതിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. അപ്പോൾ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് കിട്ടണം? ഇത് ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പം സന്തോഷം ഉണ്ടാകണമെങ്കിലോ ഭഗവാനെ സെർവ് ചെയ്യണം. ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമ ശാന്തി. ശാന്തി, സമാധാനം ആർക്ക് കിട്ടും? ആരാണോ എല്ലാത്തിൻ്റെയും ഭോക്താവ്, ഭഗവാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ, എല്ലാത്തിനും കാരണക്കാരനാരാണ്? ഭഗവാനാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം, എല്ലാ ഈശ്വരന്മാരുടെയും മഹേശ്വരനാരാണ്? അത് ഭഗവാനാണ്. ജ്ഞാത്വാമ, ഇതാരാണ് മനസ്സിലാക്കുന്നത്? സുഹൃതം സർവഭൂതാന,
എല്ലാ ജീവജാലങ്ങൾക്കും സുഹൃത്താണ് എന്നെല്ലാം ആര് മനസ്സിലാക്കുന്നോ അവർക്കാണ് എന്ത് കിട്ടും? സന്തോഷം. അപ്പോൾ ഒരാൾ ഭഗവാനെ മനസ്സിലാക്കുകയും മറ്റ് ജീവാത്മാക്കളെയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷം കിട്ടും. പക്ഷെ ഭഗവാനെ മറന്നാലോ പോയി, അല്ലേ? വിഷമമുണ്ടാകും. അപ്പോൾ ഭക്തന്മാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സ്വയം ഭഗവാനെ ഓർമ്മിക്കും, ഒപ്പം എന്ത് ചെയ്യും? മറ്റുള്ളവരെയും ഭഗവാനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഇതാണ് ആര് ചെയ്യുന്നത്? ഭക്തന്മാർ ചെയ്യുന്നു എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആ ഭക്തന്മാരിലെ ആ യോഗി ശ്രേഷ്ഠമായ യോഗി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ നോക്കുമ്പോൾ യമരാജന്റെ ജോലി എന്താണ്? നല്ല ബെസ്റ്റ് ജോലി. 12 മഹാജനുണ്ട്. 12 മഹാജന് നല്ല ജോലി എന്താണ് അവർ ചെയ്യുന്നത്? മഹാജൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോലിയില്ല. മഹാജനന്റെ ഒരു ജോലി എന്താണ്? എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് മഹാജനന്റെ ജോലി. 12 പേരാരൊക്കെയാണ്? സ്വയംഭൂ, നാരദ, കുമാര, കപില, ഇവരെല്ലാം 12 പേരുണ്ട്. ഓക്കെ, ഭീഷ്മര്, ജനകര്, ഇതെല്ലാം 12 പേര്. അപ്പൊ ഇതില് ആരും പെടുന്നുണ്ട്? യമരാജനെ പെടുന്നുണ്ട്. പക്ഷെ യമരാജന്റെ ജോലി എന്താണ്? ഭക്തന്മാർക്ക് നാമം ജപിച്ചു കൊടുക്കുക, പിന്നെ അവർക്ക് ദീക്ഷ കൊടുക്കുക, അങ്ങനെ എല്ലാം ചെയ്തോ യമരാജൻ? ഒരു പരിപാടി. യമരാജന്റെ ഒറ്റ പരിപാടി പേടിച്ചിട്ട് എണ്ണയിട്ട് പോയി അവിടത്തിട്ട് വറുത്തെടുത്ത് ആ മെഷീനിൽ കയറ്റി പുറത്തിറക്കുക, അല്ലെ? ആ പുഴുക്കളുടെ കൂട്ടത്തിലിടും, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും, അല്ലെങ്കിൽ ശരീരം എങ്ങനെ മുറിച്ചിട്ട് കുത്തി ദഹിപ്പിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും പോരാ, ദൂരം വെച്ചിട്ട് അതിൻ്റെ മേലെ തേങ്ങ എടുത്തിട്ട് കീറിപ്പോകും. ഇങ്ങനെ ഇതിൽ ഒരു ശബ്ദം കേൾക്കും. എല്ലാവരും വീഴുമ്പോൾ അങ്ങനെ ചിരിച്ചിട്ടാണ് വീഴുന്നത്. വീഴുമ്പോൾ നിലവിളിച്ച് കയറും. അവിടെ എങ്ങനെ ഈ ലോകത്ത് പെയിൻ ഉണ്ടാവോ സെയിം പെയിൻ അവിടെ ഉണ്ടാവും, യമപുരിയിലുണ്ടാവും. വേദനയ്ക്ക് ഒരു കുറവ്. അതുകൊണ്ടാണ് ആ ശരീരത്തിന് വേദന. ശരീരം ഈ ശരീരത്തിന് എത്ര മുറിച്ച് കീറിയാലും ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നുപോലെ ആയി നല്ല നീറ്റായിട്ട്. അപ്പോൾ അത് എന്തിനങ്ങനെ വെച്ചാൽ യമരാജൻ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പണിഷ്മെന്റ് യമരാജൻ കൊടുത്തോണ്ട് 100 അടി കൊടുക്കാൻ പറ്റും. 100 അടി, ഒരടി അടിച്ച ശരീരം അങ്ങനെ പാട്ടാവും. പക്ഷെ അത് തിരിച്ച് കൊട്ടിപ്പിടിക്കണം, എങ്കിലേ തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ തന്നെ എന്താ പറയുക, ഇൻട്രസ്റ്റ് പലിശയ്ക്ക് മേടിച്ച് ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞിട്ട് അവൻ എങ്ങനെ പലിശ കൊടുക്കുമ്പോൾ സന്തോഷമായിട്ട് കൊടുക്കും? കാശ് മേടിച്ച്, എമർജൻസി കാശ് മേടിച്ചിട്ട് അവൻ്റെ കാര്യം നടത്തി. എന്നിട്ട് ഇനിയിപ്പോൾ പൈസ കൊടുക്കണം. പൈസ കൊടുത്ത ഒരു കാലവും അടച്ചു തീരില്ല. നമ്മളെ കേരളയിലുള്ള ആൾക്കാരുടെ ജോലി എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ഗൾഫിൽ പോയാലും ശരി, കേരളത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടിയാലും ശരി, ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? വീട് വെക്കുക. ജോലിക്ക് കയറും, ഉടനെ ലോൺ എടുക്കും, സ്ഥലം വാങ്ങിക്കും, വീട് വെക്കും. ജീവിതകാലം മുഴുവൻ ലോൺ അടച്ച് തീരും. അതോടെ അവൻ്റെ ജീവിതവും തീരും. ഇതാണ് ഗൾഫിൽ പോയാലും ഇതിൻ്റെ പരിപാടി. അവിടെ ഗൾഫിൽ നിന്ന് എന്താണ് ഉണ്ടാക്കിയത്? ഇത്രയും വർഷം ഇരുന്നില്ലേ? ഈ വീട് വെച്ച് പോകും, പിന്നെ മക്കളെ കെട്ടിച്ച്, വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ കടവും മേടിച്ച് പലിശ കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുക? നമ്മൾ കടം മേടിച്ചു തരാമെന്നും പറഞ്ഞു, പക്ഷെ നമ്മൾ കൊടുത്തതിൻ്റെ 2 ഇരട്ടിയൊക്കെ തിരിച്ചടക്കണം എന്ന് പറയുമ്പോൾ 40 ലക്ഷം മേടിച്ചാൽ 80 ലക്ഷം തിരിച്ചടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവന് ഇങ്ങനെ വിഷമിച്ച് കൊടുക്കും. അപ്പോൾ ഈ വിഷമമില്ലേ, ഈ പെയിനില്ലേ, ഈ വേദന നമ്മൾ ഒരാളുടെ എമർജൻസി യൂസ് ചെയ്തുകൊണ്ട് ഈ വേദന അവന് കൊടുത്തത് കൊണ്ട് യമരാജനെ പിടിച്ചിടും. ഇട്ട് ഒരു മുറിപ്പ് അങ്ങനെ മേലെ താഴെ കീറിയിട്ട് ചാക്ക് തയ്ക്കുമ്പോൾ കുത്തി തയ്ക്കാൻ പറയും. അപ്പോൾ അനസ്തേഷ്യ ഒന്നും കൊടുക്കില്ല, ചുമ്മാ വെച്ചോളം പറയും. അപ്പോൾ അവനിങ്ങനെ കുത്തി തയ്ക്കുമ്പോൾ കുടന്ന് ഓരോ കുത്തലും നിലവിളിച്ചപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. എത്ര പേർ കൊടുത്ത്? 100 പേർ കൊടുക്കും. 100 പ്രാവശ്യം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തർ നിലവിളി ബഹളവും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബോധം എങ്ങനെ ഉണ്ടാവും? സഹിക്കാൻ പറ്റില്ല, അല്ലെ? അയാൾ അതുപോലെ ആയിരുന്നു. പക്ഷെ യമരാജൻ അങ്ങനെയല്ല. യമരാജൻ നേരെ തിരിച്ചു. യമരാജൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, പക്ഷെ പണിഷ്മെന്റ് അവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യമരാജന് ചാൻസേ ഇല്ല. എന്താണ്? ഡിവോഷൻ സർവീസ് ചെയ്യാനും ചാൻസ് ഇല്ല, ഡിവോഷൻ ചെയ്യുന്നവരെ കാണാനും ചാൻസ് ഇല്ല. യമരാജൻ ഇരിക്കുന്ന സ്ഥലം വേറെ. അപ്പോൾ ഒരു ദിവസം അജാമണൻ അങ്ങ് കൊണ്ടുപോകും. അജാമണൻ എന്താ ഇവിടെ കൊണ്ടുപോയത്? ഇവിടെ ആദ്യം നല്ല കാര്യം ചെയ്തിരുന്നു, കൊച്ചു പ്രായത്തിൽ നല്ല സാധനം ചെയ്തിരുന്നു. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അജാമണൻ എന്ത് ചോദിച്ചാൽ ഒരു കാട്ടിലെ ഒരു ശൂദ്ര സ്ത്രീയും പുരുഷനും കൂടെ സംഘം ചെയ്യുന്നത് കണ്ടപ്പോൾ അജാമണൻ ബ്രഹ്മചാരി മനസ്സിലൊരു എന്താ പറയുക ചഞ്ചലം ഉണ്ടായി, കാമം തോന്നി. അപ്പോൾ ആ സ്ത്രീയെ പ്രാപിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായി. അവരെ തന്നെ കല്യാണം കഴിച്ചു, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കെട്ടി.
കെട്ടിയപ്പോ ഇപ്പൊ അജാമിളനെ ഇത്രയും കാലം ഒന്നുമില്ലായിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു, നന്നായിട്ട് സേവനം ചെയ്തു, നാമം ജപിച്ചു, ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സ്ത്രീയെ കെട്ടിയപ്പോ ഇപ്പൊ എന്തായി? നമുക്ക് ചെലവിന് കൊടുക്കണ്ടേ? ഇത്രയും കാലം ജോലിയും കൂലിയും ഇല്ലാതെ നടന്നു. ഇപ്പൊ ചെലവിന് കൊടുക്കണം. അതുകൊണ്ട് നീ ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിട്ട് കാശ് വേണം. കാശ് കൊണ്ട് കൊടുത്ത് തികയുന്നില്ല. കാശ് അവരുടെ ആഗ്രഹം ഒരുപാട് കൂടുതലാണ്. അവർക്ക് ഭൗതിക ആഗ്രഹം ഉള്ളത് കൊണ്ട് അവർക്ക് ഇത് വേണം, അത് വേണം, അത് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അജാമിളൻ എന്ത് ചെയ്യും? ജോലിക്ക് പോയാൽ കാശ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്ലാൻ ചിന്തിച്ച് എന്താണ് എവിടെയെങ്കിലും പറ്റിക്കുക, ആരെങ്കിലും പറ്റിക്കുക എന്ന് പറഞ്ഞിട്ട് അജാമിളൻ പറ്റിച്ചു തുടങ്ങി. ആൾക്കാരുടെ കാശ് കടം മേടിച്ചു കൊടുക്കൂല, എങ്ങനെയൊക്കെ ചെയ്തു. അവസാനം കടം പിരിച്ചു വരുന്നവരെ തല്ലി ഓടിക്കും അജാമിളൻ. അജാമിളൻ ബ്രാഹ്മണനായിട്ടിരുന്ന വ്യക്തി ഇപ്പം ബ്രാഹ്മണന്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടു, കൊള്ളയടിച്ചു തുടങ്ങി. ചെറിയ ചെറിയ കാശ് കൊണ്ട് വ്യക്തിപ്പെടുത്താൻ പറ്റില്ല. ഇതുകൊണ്ട് ഇപ്പൊ മക്കളും കൂടെ ഒന്നോ രണ്ടാ എത്ര കുട്ടികളെ? 9 അജാമിളന് 10 കുട്ടികൾ. നാരായണ അപ്പൊ 10 കുട്ടികൾ. അപ്പൊ ഈ ഓരോ കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം. അപ്പൊ അജാമിളൻ എന്ത് ചെയ്യും? കൊള്ളയടിച്ചു തുടങ്ങി. കൊള്ളയടിച്ചപ്പോൾ കൊള്ള പിടിച്ചു പോകും. രാജാവ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൊലപാതകം ചെയ്യും. കാരണം എവിഡൻസ് ഇല്ലാതാക്കണം. അങ്ങനെ അജാമിളൻ എല്ലാ വേണ്ടാത്ത ചെയ്ത് കംപ്ലീറ്റ് ദുഷ്ടത്തനം ചെയ്ത് ഇങ്ങനെ എൻജോയ് ഭൗതികമായിട്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഭഗവാനെ മറന്നു ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആര് വന്നത്? മരണമെടുത്ത സമയത്ത് ആരെ വിളിച്ചു? നാരായണനെ വിളിച്ചു. ചാൻസ് നാരായണനല്ല വിളിച്ചത്. ആരെയും വിളിച്ചത്? മകനെ വിളിച്ചു. മകനെ വിളിച്ചപ്പോൾ നേരെ യമകിങ്കരന്മാർ വന്നിട്ട് എന്ത് ചോദിച്ചാൽ ജീവൻ എടുക്കാനായിട്ട് കഴുത്തിൽ കയറിട്ട് വലിക്കുന്നതും. അപ്പോൾ ജീവൻ പോണം. അപ്പോൾ അജാമിളൻ ഇങ്ങനെ പേടിച്ച് ഇരിക്കുന്ന അതേ സമയത്ത് വിഷ്ണുദൂതന്മാർ 4 പേര് 4 വിഷ്ണുദൂതന്മാർ വന്നിട്ട് ഇവരെടുത്ത് പറയും അവരെ തുടരരുത്. ആരെ തുടരരുത്? അജാമിളനെ തുടരരുത്. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ബോഡിക്ക് അടിയ സോളിനെ കൊണ്ടുപോകാൻ അടിയ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഞങ്ങളുടെ യജമാനന്റെ നാമം ജപിച്ചു. അപ്പോൾ യജമാനന്റെ നാമം എന്ത് ജപിച്ചു? നാരായണ എന്ന് ജപിച്ചു. അപ്പോൾ ഇവർ പറയും. എന്നിട്ട് ഈ യമകിങ്കരന്മാർ വിഷ്ണുദൂതന്മാർ പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് യമരാജ എന്ന് പറഞ്ഞാൽ വലിയ നീതിമാനാണ്, നീതി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, അദ്ദേഹം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് തോന്നിയില്ല. അപ്പോൾ ഒരു ശിഷ്യൻ തെറ്റായിട്ട് പ്രവർത്തിച്ചാൽ ആർക്കാണ് നാണക്കേട്? ഗുരുവിനാണ് നാണക്കേട്, അല്ലേ? അപ്പോൾ പറഞ്ഞെന്ത് പറഞ്ഞു? നിങ്ങളെ കണ്ടാൽ, കാരണം യമരാജന്റെ ശിഷ്യൻ അതുപോലെ ക്വാളിറ്റി ഉണ്ടാകണ്ടേ. ഇപ്പൊ എന്താണ് തെറ്റായ ഒരു കാര്യം ചെയ്തു? എന്ത് തെറ്റായ കാര്യം ചെയ്തു? ആരാണോ ധർമ്മം ചെയ്യുന്നത് അവരെ വിട്ടിട്ട് പോകണം. അവരെ തൊടാനുള്ള അധികാരം ആർക്കില്ല? യമകിങ്കരന്മാർക്കില്ല. പക്ഷെ ഇപ്പൊ ഈ അജാമിളനെ എന്ത് ചെയ്തു? അജാമിളൻ നാമമല്ലേ ജീവിച്ചത്. അപ്പോൾ അവർ തൊടാമോ? തൊട്ടുകൂടാ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് അവർ ഓട്ടിച്ചിട്ട് അജാമിളനെ വിമാനത്തിൽ കയറ്റി അജാമിളനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അജാമിളൻ അങ്ങനെ പരിശുദ്ധമായിട്ട് ഭക്തി ചെയ്യും, പരിശുദ്ധമായിട്ട് നാമം ജപിച്ച് പരിശുദ്ധമായിട്ട് കൃഷ്ണപ്രേമത്തിൽ ഇരുന്നാലേ വൈകുണ്ഠത്തിൽ പോകാൻ പറ്റും. പക്ഷെ ബൈ ചാൻസ് എന്നാൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആരാണോ അന്തേ നാരായണ സ്മൃതി, അവസാനം നാരായണ എന്ന് വിളിച്ചാൽ അവരെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ നാരായണനെ വിളിച്ചു. പക്ഷെ നേരത്തെ കാലത്ത് കുറച്ച് ഭക്തി ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ന് വെച്ചാൽ കാരുണ്യപൂർവ്വം ആ ജീവാത്മാവിനെ അവിടെ നിന്ന് എടുത്ത് നേരെ കൊണ്ട് ഹരിദ്വാറിൽ ഇറക്കി. എനിക്ക് ക്വാളിഫൈഡ് അല്ല, പക്ഷെ ഹരിദ്വാറിൽ ബദ്രികാശ്രമത്തിലിരുന്ന് ബദ്രിനാരായണനെ സേവിച്ചിട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞ് ചാൻസ് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു. പക്ഷെ ഇവിടെ നിന്ന് യമകിങ്കരന്മാർക്ക് ഭയങ്കര നാണക്കേടായി. കാരണം യമകിങ്കരന്മാർ ഇത്രയും നാൾ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ യജമാനാണ് ടോപ്പ്, അദ്ദേഹമാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, അദ്ദേഹത്തിനെ കണ്ടാൽ എല്ലാവരും പേടിക്കുന്നത്. കാരണം എവിടെയൊക്കെ ജീവൻ എടുക്കാൻ പോകുന്ന അവരൊക്കെ പേടിച്ച് പറച്ച് മലം മൂത്രം എല്ലാം വിസർജനം ചെയ്യും. അപ്പൊ അത്രയും പേടിയാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് അപ്പൊ യമരാജനാണ് ബെസ്റ്റ് സെർവൻറ്റ്, ബെസ്റ്റ് യജമാനൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു? യമകിങ്കരന്മാർ. അപ്പൊ യമരാജന്റെ അടുത്ത് ചോദിച്ചു, അങ്ങാണ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ വേറെ സുന്ദരന്മാരായിട്ട് വന്ന് ഞങ്ങളെക്കാളും ശക്തിയുള്ളവർ വന്ന് ഈ അജാമിളനെ വിളിച്ചുകൊണ്ട് പോയി. അജാമിളനാണെങ്കിൽ കംപ്ലീറ്റ് വേണ്ടാത്ത പ്രവൃത്തി ചെയ്ത വ്യക്തിയാണ്. കൊലപാതകം ചെയ്തു, കൊള്ളയടിച്ചു, ആൾക്കാരെ പീഡിപ്പിച്ചു, എല്ലാം ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ എങ്ങനെ അവർ വന്ന് രക്ഷിക്കും? അപ്പോൾ ഞങ്ങൾ അന്ന് പ്രൊട്ടക്റ്റും ചെയ്തില്ല. ഞങ്ങളെ വന്നിട്ട് ഇവർ തോൽപ്പിച്ചപ്പോൾ ആര് പ്രൊട്ടക്ട് ചെയ്യണം? സാധാരണ ആ യജമാനൻ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളൊന്നും ഇനി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു അങ്ങാണ് ഗ്രേറ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ യമരാജൻ പറഞ്ഞു, വന്നവരാരാണ്? പേരൊന്നും അറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര സുന്ദരന്മാരാണ്, അവർ
അവരുടെ മഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു, നീല കളറായിരുന്നു, ചുരുണ്ട മുടിയാണ്, താമരപ്പൂ പോലത്തെ കണ്ണുകളാണ്, കഴുത്തിലൊരു മാല ഇട്ടിരുന്നു എന്ന് പറഞ്ഞ് കയ്യിൽ ശംഖും ചക്രവും ഗതാപത്മവും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർണ്ണിച്ചു. അപ്പോൾ യമരാജൻ ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ അവസാനം നാരായണന്റെ നാമം ജപിച്ച വ്യക്തിയുടെ അടുത്ത് പോകാൻ പാടില്ലായിരുന്നു. കാരണം വന്നത് എൻ്റെ യജമാനന്റെ ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും നാൾ ഇവരെന്ത് വിചാരിച്ചുകൊണ്ടിരുന്നു? യജമാനനാണ് എൻ്റെ യമരാജനാണ് എൻ്റെ യജമാനൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ യമരാജൻ എന്ത് പറയുന്നു? വന്നിരിക്കുന്ന എൻ്റെ യജമാനന്റെ ആൾക്കാരാണെന്ന് പറയുന്നു. അപ്പോഴവർക്ക് അതിശയിച്ചു, അങ്ങനെയാണ് നിങ്ങളുടെ യജമാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ യമരാജൻ ചോദിച്ചു, അവരുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, ആ ഒരു തുളസി മണി മാല ഉണ്ടായിരുന്നു, നെറ്റിയിൽ എന്തെങ്കിലും വരച്ചിരുന്നു, ആ അവരിങ്ങനെ യു ഷേപ്പിലൊക്കെ വരച്ചിരുന്നു, അപ്പോൾ തിലകുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും, അവരെന്താ അവസാനം പറഞ്ഞത്? നാരായണ 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 എന്ന് പറഞ്ഞു. ഇത് കേട്ട യമരാജൻ ഭയങ്കര സന്തോഷം, ഇതുവരെയും ഇല്ലാത്ത സന്തോഷമായി. എന്തുകൊണ്ട്? യമപുരിയിൽ ആരും നാരായണ നാമം ജപിക്കില്ല. ആദ്യമായിട്ട് എൻ്റെ ശിഷ്യന്മാർ, ഞാൻ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ യമദൂതന്മാർക്ക്, ഇവരെ കണ്ട അസുരന്മാരാണ്, ഇവർക്ക് ഞാൻ പോലും നാമം ജപിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവർ ജപിച്ചു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവരറിയാതെ പോലും നാരായണന്റെ നാമം ഇവിടെ വെച്ച് ജപിച്ചു, യമപുരിയിൽ വെച്ച് ജപിച്ചപ്പോൾ യമരാജന് ഇതിൽ പല സന്തോഷമില്ല. കാരണം അവിടെ ആരും നാരായണ നാമം ജപിക്കാറില്ല. അങ്ങനെ യമരാജൻ അങ്ങനെ ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫിച്ചു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് എന്താണ്, യമരാജനല്ല യഥാർത്ഥ യജമാനൻ, യമരാജന്റെ മേലെ യജമാനനുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷെ ഇതൊക്കെ കേട്ടിരുന്നാലും അജാമിളൻ നാമം അവസാനം ജപിച്ചപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചുപോയി. പക്ഷെ യമകിങ്കരന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നാമം ജപിച്ചാലും പോരാ, നാമ രുചിയോട് ജപിക്കണം. ഈ നാമത്തിൽ വിശ്വാസം വേണം. ഈ നാമം എന്നെ രക്ഷിക്കും, ഈ നാമത്തിൽ അത്രയും പവിത്രമായതാണ് എന്ന് നാമമാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ടേസ്റ്റോടുകൂടി ജപിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടൂ. അല്ലാതെ എല്ലാവരും ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റാണ് പൂർണ്ണമായിട്ട് ബെനിഫിറ്റ് അല്ലേ? ഒരു മരുന്ന് കഴിച്ചാൽ മരുന്ന് വിശ്വാസത്തോട് കഴിച്ചാലേ അസുഖം പെട്ടെന്ന് മാറും. വിശ്വാസമേ ഇല്ല മരുന്നിൽ, ഇതെവിടെ മാറാം എന്ന് പറഞ്ഞാണ് മരുന്ന് കഴിക്കുമെങ്കിൽ അതിന് മരുന്നിലും എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അജാമിളനുണ്ടായിരുന്നു. പക്ഷെ ആർക്കുണ്ടായില്ല? യമദൂതന്മാർക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് യമദൂതന്മാരിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ യമരാജൻ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ഭക്തനാണ്, പരിശുദ്ധ ഭക്തനാണ്, മഹാത്മാവാണ്. പക്ഷെ യമരാജൻ ചെയ്യുന്ന ജോലിയൊക്കെ എന്താണ്? വൈഷ്ണവർക്ക് പറ്റാത്ത ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അതുകൊണ്ടാണ് യമരാജ പിന്നെ ആരായിട്ട് ജനിച്ചു? വിതുരനായിട്ട്. എന്നിട്ട് വിതുരൻ എന്ത് ചെയ്തു? ഭഗവാനെ മാത്രം ചെയ്തു. അപ്പൊ ആ യമരാജന്റെ ആഗ്രഹം ആര് നടത്തി കൊടുത്തു? ഭഗവാൻ നടത്തി കൊടുത്തു. അപ്പൊ ഭഗവാൻ എങ്ങനെ മനസ്സിലായി? ഹൃദയത്തിലുണ്ട്, എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ യമപുരിയിൽ ഒരു മഹാത്മാവായിട്ട് ഇരുന്നാലും യമരാജൻ വിചാരിച്ചു എനിക്ക് ഭഗവാനെ സേവിക്കണം എന്ന് യമരാജന് ഒരു ആഗ്രഹം വന്നപ്പോൾ ആ ആഗ്രഹം ആര് നടത്തി കൊടുത്തു? അപ്പൊ ഇതാണ് ഭഗവാന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. അവർക്ക് എപ്പോഴും ഭഗവാന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പൊ യമരാജൻ അവരുടെ ശിഷ്യന്മാർ ജപിച്ചപ്പോൾ യമരാജന് സന്തോഷമുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ നോക്കുമ്പോൾ വാസുദേവ ദത്ത എന്ന് പറയുന്ന ഒരു ഡിവോട്ടി. ഈ വാസുദേവ ദത്ത വന്നിട്ട് കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടും, ഭയങ്കര സ്വീറ്റായിട്ട് പാടും. അപ്പോൾ വാസുദേവ ദത്തയ്ക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു, മുകുന്ദ ദത്ത. പക്ഷെ മുകുന്ദ ദത്തയും ചൈതന്യ മഹാപ്രഭുവും സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാനാണ്. പക്ഷെ ഭഗവാനും വാസുദേവ ദത്തയുടെ സഹോദരനായ മുകുന്ദ ദത്തയും ഒന്നിച്ച് പഠിച്ചവരാണ്. പക്ഷെ എന്നിരുന്നാലും ചൈതന്യ മഹാപ്രഭു ആരുടെ അടുത്താണ് കൂടുതൽ ഇഷ്ടം? എന്തുകൊണ്ട്? ഭയങ്കര സ്പെഷ്യൽ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നാമം ജപിക്കും. വാസുദേവ ദത്ത നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം മറന്ന് 3 ദിവസം 4 ദിവസം ഒന്നും വിശപ്പില്ല, ദാഹവും ഇല്ല, ഇങ്ങനെ ഡാൻസ് മഹാപ്രഭുവിൻ്റെ ഒപ്പം ഇങ്ങനെ ഡാൻസ് ചെയ്തിരിക്കുന്നു. അത്ര എക്സ്റ്റസി അദ്ദേഹത്തിൻ്റെ കീർത്തനത്തിലുണ്ട്. കാരണം ഫുള്ളി ഡിവോഷൻ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിവോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് എപ്പോഴും എന്ത് വിചാരിക്കും വെച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്വന്തം കാര്യം ചിന്തിക്കില്ല. ഞാൻ ഭഗവാന്റെ അടുത്ത് ഞാൻ ഇത്രയും കീർത്തനം ചെയ്യുന്നു, എനിക്ക് ചൈതന്യ മഹാപ്രഭുയുടെ പേഴ്സണൽ അസോസിയേഷൻ കിട്ടി, ഇത് വലിയ ഭാഗ്യമാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അതേ എന്താ ചിന്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോകുന്ന കീർത്തനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും നാമം ജപിക്കാതെ വാങ്ങടച്ചു ചില നമ്മളാൾക്കാർ കയ്യും കെട്ടിങ്ങനെ മുറുകെ പിടിച്ചിട്ട്
നാമം ജപിക്കില്ല, തിരിഞ്ഞു പോലും നോക്കില്ല. ചിലർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, എന്തോ നാണക്കേട് നമ്മൾ കാണിക്കുന്നു അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നാമം ജപിക്കുമ്പോൾ. പക്ഷേ ഇതെല്ലാം ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ വാസുദേവ ദത്ത ഇങ്ങനെ ഒരാളെ കണ്ടാൽ മനസ്സിൽ വിചാരിക്കും, എന്ത് ഭാഗ്യമില്ലാത്തവരാണ്, ഭഗവാനെ ഇവർക്ക് കാരുണ്യം കൊടുക്കുക, ഇവർ നാമം ജപിക്കട്ടെ. ഒരാൾ ദുഷ്ടത്തനം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വാസുദേവ ദത്ത ഉടനെ വിചാരിക്കും, എന്താ നരകത്തിൽ പോകും, ഇവരൊക്കെ നരകത്തിൽ പോകും, ഭഗവാൻ ഇവർ നരകത്തിൽ പോകണ്ട, ഞാൻ വേണമെങ്കിൽ നരകത്തിൽ പോകണ്ട. പലപ്പോഴും ഓരോരുത്തർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല കാശുണ്ട്, അതെന്ന് വെച്ചാൽ ഉടനെ ഭൗതികമായിട്ടായിരുന്നു കാശിന് ഒരു വിലയില്ല, ആ കാശൊക്കെ അവർക്കെടുത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമം ജപിക്കുന്നു, നാമം ജപിപ്പിക്കും, അവർക്ക് കാശും കൊടുത്തു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ശിവാനന്ദ സേന എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, വാസുദേവ ദത്തയുടെ ഫിനാൻഷ്യൽ പൈസയുടെ കാര്യമൊക്കെ നീ ഇനി ഹാൻഡിൽ ചെയ്താൽ മതി, വേറൊരാളുടെ അടുത്ത് പറഞ്ഞു. കാരണം പൈസ എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയാതെ അദ്ദേഹം ഇങ്ങനെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തരത്തിലും കളങ്കമില്ല, അദ്ദേഹം പരിശുദ്ധമാണ്, പക്ഷെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം റോങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് അപ്പോയിന്റ് ചെയ്യും അത് ആ പൈസയ്ക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം ചൈതന്യ മഹാപ്രഭുടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് മഹാപ്രഭുവിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, മഹാപ്രഭു എങ്ങനെയെങ്കിലും ഈ ജീവാത്മാക്കളെ എല്ലാം രക്ഷിക്കും, കംപ്ലീറ്റ് ആൾക്കാരെ രക്ഷിക്കും, എന്നിട്ട് അവരുടെ മുഴുവൻ പാവം എനിക്ക് തന്നോളൂ, ഞാൻ എത്ര കാലം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, നരകത്തിൽ ഇരിക്കാൻ തയ്യാറാണ്. ചൈതന്യമൊക്കെ അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം, അങ്ങനെ ചൈതന്യമൊക്കെ നൃത്തം ചെയ്യാം അത് കേട്ടപ്പോൾ. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും താല്പര്യം എന്ന് വെച്ചാൽ ഒരു ഭക്തൻ സഫർ ചെയ്തുകൊണ്ട് പ്രചരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും അവർ കഴിക്കില്ല, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ വാസുദേവ ദത്ത ഇങ്ങനെ പറഞ്ഞതും ചൈതന്യമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയും, എല്ലാവരും കേൾക്കേ പറയും, ഞാൻ എന്നെ വാസുദേവ ദത്തയ്ക്ക് വിറ്റു, ഞാൻ എന്നെ വിറ്റു, ഇനി അദ്ദേഹത്തിന് ആർക്ക് വേണമെങ്കിലും എന്നെ വിൽക്കാം എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്നെ പൂർണ്ണമായിട്ട് ആർക്ക് കൊടുത്തു? വാസുദേവ ദത്തയെ കൊടുത്തു. ഇനി വാസുദേവ ദത്ത തീരുമാനിക്കാൻ ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം. വാസുദേവ ദത്ത എന്ത് ചെയ്യും? ചൈതന്യമൊക്കെ എല്ലാവർക്കും വിൽക്കും, എല്ലാവർക്കും കൊടുക്കും നാമസങ്കീർത്തനം. വാസുദേവ ദത്ത ആരെയൊക്കെ നാമം ജപിക്കാൻ പറയുന്നു അവരെല്ലാം നാമം ചെയ്യും, അവരെല്ലാം പരമഭക്തന്മാരല്ല, അവരെല്ലാം എന്താ പറയുക, ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യും. എന്തുകൊണ്ട്? ചൈതന്യമൊക്കെ അത് കൊടുത്തു, ചൈതന്യമൊക്കെ കൊടുത്തു. ചൈതന്യമൊക്കെ ഇപ്പം ആരാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന? ചൈതന്യമൊക്കെ വാസുദേവ ദത്ത. അത്രയും കാര്യങ്ങൾ ഭക്തിസിദ്ധാന്ത മഹാരാജ് പറയാണ്, വാസുദേവ ദത്ത എന്ന് പറയുന്ന വ്യക്തി ഹരിദാസ് ഠാക്കൂറിനെ പോലെയാണ്. ഹരിദാസ് ഠാക്കൂർ ഇങ്ങനെയാണ്, അടി കംപ്ലീറ്റ് മേടിച്ചിട്ട് ആരെങ്കിലും ശപിച്ചോ? ആരെങ്കിലും നശിച്ചു പോകണമെന്ന് പറഞ്ഞോ? ഇല്ല. ഹരിദാസ് ഠാക്കൂർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടട്ടെ, അവരൊക്കെ അറിവില്ലാതെ ചെയ്തതാണ്, ബുദ്ധിയില്ലാതെ ചെയ്തതാണ്, അവരെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ജീസസ് എന്ത് ചെയ്തു? അത് തന്നെ ചെയ്തു, അല്ലേ? അവരെല്ലാം കൊണ്ട് നല്ല പ്രചരണം ചെയ്തു. ഈശ്വരന്റെ നാമം ജപിക്കാൻ പറഞ്ഞപ്പോൾ അവരെ കൊണ്ടുപോയി കുരിശിൽ കയറ്റി, അല്ലേ? അപ്പോൾ അവരെല്ലാം രക്ഷപ്പെടട്ടെ, അവർക്കൊന്നും പണിഷ്മെന്റ് കൊടുക്കും. കാരണം പണിഷ്മെന്റ് കൊടുത്താൽ എറ്റേണലായിട്ട് അവരെല്ലാം നരകത്തിൽ കിടക്കും. സാധാരണ വ്യക്തികളെ ഉപദ്രവിച്ചാലേ യമരാജ് വിടില്ല, ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ച് വിടുവോ? അത് വിടില്ല, രക്ഷപ്പെടില്ല. അത് അറിഞ്ഞുകൊണ്ട് അവരെല്ലാം എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ആര് വിചാരിച്ചു? ഈ ഭക്തന്മാരെല്ലാം വിചാരിച്ചു. ഭക്തിസിദ്ധാന്ത മഹാരാജ് പറയാണ്, അത്രയും കാരുണ്യമുള്ള വ്യക്തികളാണ് എന്ന് പറയും. അപ്പം അവരെല്ലാം എന്നെ രക്ഷിക്കണം, ഞാൻ രക്ഷപ്പെടണം എന്നൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം അതുപോലെ സ്കന്ദപുരാണത്തിൽ പറയാണ്, അപ്പം ഇത് ഭക്തന്മാരുടെ ക്വാളിറ്റിയാണ്. സ്കന്ദപുരാണത്തിൽ ഒരു ബ്രാഹ്മണൻ, ഈ ബ്രാഹ്മണൻ വലിയ ഭക്തനാണ്, അദ്ദേഹത്തിന് ബൈ മിസ്റ്റേക്ക് യമദൂതന്മാരെ എടുത്തുകൊണ്ട് പോകും. അജാമന്റെ അടുത്ത് വന്നതുപോലെ ഇടയ്ക്ക് മനുഷ്യരായ ഇതൊക്കെ പറ്റും, അല്ലേ? അപ്പോൾ അവരുടെ കണക്കൂട്ടലും തെറ്റും എല്ലാം സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്തു? ബൈ മിസ്റ്റേക്ക് നല്ലൊരു ഭക്തനെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് എന്തോ. അപ്പോൾ എത്ര ക്ഷണം സമയങ്ങൾ മാത്രമേ ഉള്ളൂ ആ മിസ്റ്റേക്കിനുള്ള പണിഷ്മെന്റ്. അപ്പോൾ ഇവരെടുത്ത് പറഞ്ഞു, നീ പോയിട്ട് യമരാജൻ എന്ന് പറഞ്ഞു, വലിയ മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല, ചെറിയ മിസ്റ്റേക്ക്, എത്രയോ വിനാടി, എന്താ പറയുക, സെക്കൻഡ്സ്, അത്രയും മാത്രമേ ഉള്ളൂ. ആ സെക്കൻഡ്സ് നീ എവിടെ പോയാൽ മതി? നരകത്തിൽ പോകണം. നരകത്തിൽ പോകാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി നീ തിരിച്ചു പോകുമ്പോൾ നരകത്തിലൊന്ന് കയറിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ മതി. പക്ഷെ ആ ഭക്തൻ പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ ആദ്യം എവിടെ പോവാം? നരകത്തിൽ. നമ്മളാൾക്കാരിങ്ങനെ ചിലർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആദ്യം തരും, എന്നിട്ട് ഇഷ്ടമുള്ളത് ലാസ്റ്റ് വെച്ചിരിക്കും. അപ്പം നമ്മൾ ഇത് വേണ്ട, ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ അവസാനം കഴിക്കാം, കാരണം അതിനെ രസിച്ച് കഴിക്കാൻ വേണ്ടി. ചിലർ നേരെ തിരിച്ചും ചെയ്യുന്ന ആൾക്കാർ, ഇതെല്ലാം ഇഷ്ടമില്ലാത്ത അവസാനം വേണ്ട തീർത്ത്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ആദ്യം
ടേസ്റ്റ് പറഞ്ഞത് കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റി ആയിട്ട് കഴിച്ച് സാറ്റിസ്ഫാക്ഷനിൽ അങ്ങ് പോകും. അപ്പൊ അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം നരകത്തിൽ പോകാം. അപ്പൊ നരകത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടിട്ട് പോയപ്പോൾ കുറച്ച് അപ്പം യമദൂതന്മാരൊക്കെ വിചാരിക്കുകയാണ് കൊണ്ടുപോയിട്ട് തിരിച്ചും കൊണ്ടുവരണം, ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ഈ പണിഷ്മെന്റ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കൊണ്ടുപോയാണ്. കൊണ്ടുപോയി യമപുരിയിൽ പോയി. യമപുരിയിൽ അകത്തുനിന്ന് കയറുന്നതിന് മുമ്പ് തന്നെ യമപുരിക്കകത്ത് ഭയങ്കര സുഗന്ധം, ഭയങ്കര പ്രകാശം. അവിടെ ഇരുട്ടാണ്, ഫുൾ ഇരുട്ടാണ്. അതിനകത്ത് അടിയും ബഹളം വിളിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആൾക്കാർ വിളിയൊക്കെ കുറഞ്ഞു. പെട്ടെന്ന് ആൾക്കാർക്ക് വിളിയില്ല. ആൾക്കാർ കരഞ്ഞുകൊണ്ടിരുന്നു. വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിലെടുത്തിട്ട് മറ്റേത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വേവിച്ചതുണ്ട്, ഇവിടെ തിളയ്ക്കുന്ന വെള്ളത്തിൽ ആൾക്കാർ ഇടും. അതുപോലെ വെള്ളമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളമൊക്കെ ഭയങ്കര കൂള് വാട്ടറായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കത്തി ജ്വലിക്കുന്ന തീയെ കാണാൻ. അങ്ങനെ എല്ലാം മാറി. അപ്പൊ കിങ്കരന്മാരിങ്ങനെ അതിശയമാണ്. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുകയാണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആരോ ഒരു ദൈവം പോലെ നമ്മളെ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ ഒരാൾ നല്ല ഡ്രസ് എങ്ങനെ ഉണ്ടാകും, അവരാണ് നമ്മുടെ ഫ്രണ്ടിൽ ദൈവം. അതുപോലെ യമപുരിയിൽ നരകത്തിലിരിക്കുന്ന എല്ലാവർക്കും കണ്ടപ്പോൾ ഒരു ദേവൻ അങ്ങ് ഇറങ്ങി മുമ്പിലുണ്ടായിരുന്നു. അവരെല്ലാം ഒട്ടനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ, അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ എന്ന് ചോദിച്ചു. എന്താണ്, ഒരു ക്ഷണം കൊണ്ട് നിർത്തി ഒന്ന് ഇങ്ങനെ നോക്കി എനിക്ക് തിരിച്ചു പോകണം, അങ്ങ് പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യമകിങ്ങനെ പെട്ടെന്ന് പോകാൻ നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ എന്താ പറയണമെന്ന് ഞാൻ കേൾക്കട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമം തീർന്നു, ഞങ്ങളുടെ പ്രശ്നമെല്ലാം തീർന്നു, അങ്ങ് ഇവിടെ തന്നെ ഉണ്ടാവണം, ഇവിടെ നിന്ന് പോകരുത്. അപ്പോൾ ഇത് കേട്ട ഉടനെ ഇവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വിളിച്ചോണ്ട് വരാം. ശരി, ഞാൻ യമരാജൻ്റെ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട് ഒരാളൊന്ന് ചോദിച്ചു. അപ്പോൾ യമരാജന് മനസ്സിലായി പരിശുദ്ധ ഭക്തൻ അവിടെ എത്തി. അപ്പോൾ യമരാജന് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ ഇവരെല്ലാം പറയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കണം. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ജയിലിൽ പോയി ക്ലാസ് എടുക്കാൻ പോയി, അല്ലെങ്കിൽ ജയിലിൽ പോയി എന്തെങ്കിലും പ്രസാദം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്, സ്വാമി ഇവിടെ ഇരിക്കും, ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്, നിങ്ങളുടെ ക്ലാസ് കേൾക്കാനായിട്ടും കീർത്തനമൊക്കെ ചെയ്യും, ഇവിടെ ഇരുന്നോളൂ. നമ്മളെന്ത് ചെയ്യും, വളരെ ജോലിക്ക് നമ്മളെന്തോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയി. ഇവരവിടെ പിടിച്ച് നമ്മളെ ഇരുത്തിയാൽ നമുക്ക് വിഷമമുണ്ട്, നമ്മളിരിക്കില്ല. പക്ഷെ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ശരി കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ ഇരിക്കുക. അദ്ദേഹം ആ ബ്രാഹ്മണൻ ഞാനിരിക്കും. അപ്പോൾ യമരാജൻ പറഞ്ഞു, അല്ല അങ്ങേക്ക് സമയം, അങ്ങേക്ക് സ്വർഗത്തിൽ പോയാൽ ഒരുപാട് സന്തോഷിക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്തെങ്കിലും വിരോധം ഉണ്ടാ, ഇവിടെ ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി. അപ്പോൾ അവിടെ ആ ഭക്തൻ പോയപ്പോൾ ഭക്തന് നരകമെന്നോ സ്വർഗമെന്നോ ഒരു വ്യത്യാസമില്ല. അവർ എവിടെ വേണമെങ്കിലും പോകും. കാരണം എന്തുകൊണ്ട്, ഒരു നരകത്തിനെയും അവരെന്താക്കി മാറ്റും, അവർക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ പോയാലോ സ്വർഗത്തിനെയും നരകമാക്കി മാറ്റും. നമ്മൾ നേരെ തിരിച്ചാണ്. നല്ല സാഹചര്യം, നല്ല എല്ലാ ഫെസിലിറ്റീസും തന്ന അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരിവരെടുത്തുമെങ്കിലോ ഇവരവരെടുത്തുമെങ്കിലോ പ്രശ്നം ഉണ്ടാക്കി കരയിപ്പിച്ച് നമ്മൾ വരഞ്ഞ് ചിന്നാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥയും യഥാർത്ഥ ഭക്തന്മാരുടെ അവസ്ഥ. അപ്പോൾ ഒരാൾ യഥാർത്ഥ ഭക്തനാവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതാണ് പ്രഭുപാദ് ചെയ്യുന്നത്. പ്രഭുപാദ് എന്ത് ചെയ്തു, പ്രഭുപാദ് ജീവതയാണ് അല്ലേ, എന്ത് ചെയ്തു, ഫോറിൻ കൺട്രീസിൽ അന്നത്തെ കാലത്തിൽ ആരും പാശ്ചാത്യ ദേശത്ത് പോവില്ല. അഥവാ ജോലിക്ക് വേണ്ടി പോകും. പക്ഷെ ഒരാൾ സന്യാസമെടുത്ത ഒരു കാരണം വെച്ചാൽ കടലിറങ്ങി പോകില്ല. പക്ഷെ പ്രഭുപാദ് എന്തിനു പോയി, ഈ ജീവാത്മാക്കളെ രക്ഷിക്കണം. അവിടെ എല്ലാവരും ഭ്രാന്ത് പിടിച്ച് കഞ്ചാവ് അടിച്ച് ഒരു റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഇല്ല അല്ലെ, എല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു മൃഗതുല്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തുടങ്ങി വന്നതുപോലെ അവിടെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ ഇല്ല, ഒന്നിനും റെസ്ട്രിക്ഷൻ ഇല്ല. ചെയ്തില്ലെങ്കിൽ ആൾക്കാർ കേസ്, തെറ്റ് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റം പറയും. അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലുള്ള ആൾക്കാർ, അതായത് മക്കള്, ഒരു അമ്മ കുട്ടികൾ ജനിച്ചാൽ ജയശ്രീ ശ്രീരാധമാണ് വിചാരിച്ചു. കുട്ടികളുടെ ആശ്രയമാരാണ് അമ്മയും അച്ഛനും. എത്ര വലുതായിരുന്നാലും ശരി തന്നെ അമ്മയുടെ അടുത്ത് പോയി എന്തെങ്കിലും സംസാരിച്ച് അവർക്കൊരു സമാധാനമാണ് അല്ലേ. അപ്പൊ അതാണ് കൾച്ചർ. പക്ഷെ ഇപ്പോൾ അമ്മ കുട്ടികളുണ്ടായി, കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയി, ഉപേക്ഷിച്ച് വേറെ കെട്ടി, അവിടെ കുറച്ച് നാളിൽ അവിടെ 2 കുട്ടികൾ, അതിനെ ഉപേക്ഷിച്ചു വേറെ ഇടത്ത് പോയി. ഇത് ആരാ ചെയ്യുന്നത്, ഇതൊക്കെ മൃഗങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊന്നുകളയും. ഇപ്പൊ ഇന്ത്യയിൽ അതാ ചെയ്യും. അവിടെ ആണെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകാം, പ്രശ്നമല്ല. ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും,
ഇതൊരു ശല്യമാണ്, അതിനെ കൊല്ലാം. അപ്പോൾ ഇത് ആരാ ചെയ്യേണ്ടത്? മൃഗങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അവസ്ഥകളിൽ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് തന്നെയാണ് അവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര തലവേദനയായിരുന്നു. ചെറുപ്പക്കാരാണ്, ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരെല്ലാം ഡ്രഗ്സ് അടിച്ചിരിക്കുന്നു, പഠിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. ഗവൺമെന്റ് എന്തോട് സ്റ്റൈഫൻ കൊടുക്കും, ജോലി ഇല്ലാത്തവർക്ക് സ്റ്റൈഫൻ ഇപ്പോഴും ഗവൺമെന്റ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? കാശ് കിട്ടിയ ഗവൺമെന്റ് പൈസ ചുമ്മാ തരില്ല. അച്ഛനും അമ്മയുടെയും കൂടെ ഒരു പരിധി കഴിഞ്ഞാൽ താമസിക്കാൻ പാടില്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി അച്ഛനും അമ്മയുടെ കൂടെ താമസിക്കാൻ പാടില്ല, അവർ സെപ്പറേറ്റ് താമസിക്കണം. പക്ഷെ അതുകൊണ്ട് എന്തായി? അവന് കുറച്ചുകൂടെ ഫ്രീഡമായി. 18 വയസ്സിൽ പുറത്തിറക്കി വിട്ട് അവനെ എന്ത് ചെയ്യും? ഇപ്പൊ ഗവൺമെന്റ് കാശും കൊടുക്കും, 18 വയസ്സിൽ പുറത്തും കൊടുക്കും. അവനിപ്പോൾ എന്ത് ചെയ്യും? കൂടെ ചേർന്നിട്ട് ഡ്രഗ്സ് അടിക്കട്ടെ, അത് അടിക്കട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തൊലയ്ക്കും. ഇങ്ങനെ ഹിപ്പീസ് കംപ്ലീറ്റ് US ഒക്കെ പോയി കഴിഞ്ഞാൽ ഹിപ്പീസ് കൂടിയിട്ട് ഗവൺമെന്റ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഭ്രാന്തന്മാരെ പോലെ, ഭിക്ഷക്കാരെ പോലെ റോഡിൽ കിടക്കുകയും ഒരു വൃത്തിയുമില്ല, കുളിയുമില്ല, അങ്ങനെ മുടിയൊക്കെ വെട്ടാൻ പോകാതെ ഇങ്ങനെ വളർത്തിയവരാണ് ഈ ഹിപ്പീസ്. അങ്ങനെ ഒരു കൂട്ടരാണ്. ആ കൂട്ടരെ രക്ഷിക്കാൻ ഗവൺമെന്റിന് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോഴാണ് ദൈവം പോലെ ആരും ഇറങ്ങിയത്. 1, 2 എന്ന് പറക്കി എന്നോട് ഒരു നല്ലൊരു സംസ്കാരം തന്നെ ഉണ്ടാക്കിയത്. എന്നിട്ട് അവരെ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് അവര് വന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മളും പഠിക്കുകയായിരുന്നു, അല്ലേ? അവര് ഫോറിനേഴ്സ് വന്നിട്ട് ഭഗവത്ഗീത ഇന്ററാക്റ്റീവ് കോഴ്സ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി. നമ്മുടെ ഇവിടുത്തെ പ്രഭു എടുക്കണമെന്ന് പറഞ്ഞാൽ പോവില്ല. അപ്പോൾ പ്രഭു അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതാണ് ജീവകാരുണ്യം എന്നത്. അപ്പോൾ ജീവകാരുണ്യം, വൈഷ്ണവ സേവ, നാമരുചി, ഇത് 3 കാര്യങ്ങളും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രഭുപാദ് ആ ഒരു കാര്യം നമുക്ക് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഭൗതിക ലോകത്തിൽ ക്ലേശങ്ങളുണ്ട്. ആധ്യാത്മിക ക്ലേശങ്ങളുണ്ട്, ആദിഭൗതിക ക്ലേശങ്ങളുണ്ട്, ആദിദൈവിക ക്ലേശങ്ങളുണ്ട്. ഈ 3 ക്ലേശങ്ങൾ. എന്താണ് ആധ്യാത്മിക ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന ക്ലേശം. ആദി ഭൗതിക ക്ലേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാൾ നമുക്ക് തരുന്ന ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ ആരും ആയിരിക്കാം, മനുഷ്യർ തന്നെ ആകണമെന്നില്ല. പട്ടി പൊട്ടിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കൊതുക് നമ്മളെ ഉറങ്ങാൻ വിടാതെ ആക്കാം. ഇങ്ങനെ എന്തെങ്കിലും മറ്റൊരു ജീവാത്മാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ ബോംബിടാൻ, ടെററിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വേറൊരാൾ ഇനിയൊരാളെ ദ്രോഹിക്കുന്നത് ആദി ഭൗതിക ക്ലേശം. ആദി ദൈവിക ക്ലേശം ഇല്ല, പ്രകൃതി രത്നം ദുരന്തങ്ങൾ. ഇപ്പൊ ഈ 3 ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് 100% വിഷമമുണ്ടാകും. പക്ഷേ ഈ ദുരിതങ്ങളൊക്കെ നടന്നാലും നമ്മുടെ ഭക്തന്മാർ അതിൻ്റെ ഇടയ്ക്ക് പോയി മഹാപ്രസാദം കൊടുക്കാൻ പറ്റുമോ? നാമം അവരെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റുമോ? അതല്ലേ ചെയ്യുന്നത്, അല്ലേ? വയനാട്ടിൽ ദുരന്തം നടന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ പ്രസാദമൊക്കെ പാക്ക് ചെയ്ത് അവര് വേറെ ബിസിയാണ്. എന്താണ്? ഇവരെല്ലാം ഡെഡ് ബോഡി എടുക്കുന്ന കുറേ ആൾക്കാർ ബിസിയാണെങ്കിൽ ഇവർ കുറേ പ്രസാദം ഉണ്ടാക്കുന്നതിൽ ബിസിയാണ്. എന്നിട്ട് പ്രസാദം ഉണ്ടാക്കി ഈ ആൾക്കാർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട്. മക്കളില്ല, ഭാര്യയില്ല, അങ്ങനെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം എന്തുകൊണ്ട് കൊടുത്തു? പ്രസാദം കൊടുത്തു. അവരുടെ ഇടയ്ക്ക് പോയി ഹരിനാമം ജപിച്ചു. അപ്പോൾ അവർക്ക് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ എന്തോ കേൾക്കുമ്പോൾ വെള്ളമേ ഇല്ലാത്ത സമയത്ത് ഒരു ഡ്രോപ്പ് മഴവെള്ളം കിട്ടിയതുപോലെ അത് ഭയങ്കര അവർക്ക് ആശ്വാസമുണ്ടാവും. അപ്പോൾ ഇതാരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ദുരിതത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ടും ഭക്തന്മാർ നാമസങ്കീർത്തനം ചെയ്യും. ഭക്തന്മാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. അതാണ് ഭക്തന്റെ ക്വാളിറ്റി. യഥാർത്ഥ ഡിവോട്ടിയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ എവിടെയൊക്കെ പോകാൻ പറ്റുമോ, എവിടെയൊക്കെ പോയിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പോലും ചിലപ്പോൾ ചില സമയങ്ങളിൽ നേരിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരില്ല. ഭഗവാൻ ചിലപ്പോൾ ഏജന്റിനെ അയക്കും, ചില സമയങ്ങളിൽ നേരിട്ട് വരും, ചില സമയം രണ്ടും ചെയ്യും. ഏജന്റും വരും, ഭഗവാനും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ദൃഷ്ടഫല എന്ന് പറയുന്നത്. ദൃഷ്ടഫല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അജാമിളന് വന്നിട്ട് യമദൂതന്മാർ വന്നു കാണാൻ സാധിച്ചു അജാമിളന്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠലോകത്ത് പോയി, അവിടെയും ഭഗവാനെ നേരിട്ട് കണ്ടു. അപ്പോൾ ആ റിസൾട്ട്, അയാൾ ചെയ്ത പ്രവർത്തിക്കുള്ള റിസൾട്ട് ദൃഷ്ടഫലം, അത് കിട്ടും. ഇനി അദൃഷ്ടഫല, ചിലർക്ക് ഫലം കിട്ടും, റിസൾട്ട് കിട്ടും, പക്ഷെ അവർക്ക് അദൃഷ്ടമാണ്, അത് കാണാൻ പറ്റുന്നില്ല. അത് എങ്ങനെ? ദ്രൗപദിക്ക് പ്രയാസം വന്നു. അപ്പോൾ ദ്രൗപദി എന്ത് ചെയ്തു? കരഞ്ഞ് നിലവിളിച്ചു, കൃഷ്ണ കേശവ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ നേരിട്ട് വന്നോ? പിന്നെ എന്താ രക്ഷിച്ചത്? ആരും വന്ന് രക്ഷിച്ചു? കൃഷ്ണന്റെ നാമം രക്ഷിച്ചു. കൃഷ്ണൻ നേരിട്ട് വന്നില്ല, കൃഷ്ണന്റെ നാമം രക്ഷിച്ചു. ഇങ്ങനെ ദ്രൗപദി വിളിച്ച് കരയുമ്പോൾ രുക്മിണി പറയും,
എന്താ നിങ്ങളുടെ ഭക്തയല്ലേ, കരയുന്നില്ലേ, വിളിക്കുന്നില്ലേ, ഭഗവാൻ പോയിക്കൂടെ ഉണ്ടോ? അപ്പൊ കൃഷ്ണൻ പറയും പോകാം, വെയിറ്റ് എന്നെ വിളിച്ചില്ല എന്നല്ല. അപ്പൊ രണ്ടാമത് ദ്രൗപദി വിളിച്ചു. ദ്രൗപദിയുടെ സാരിയെ ഒരു കൈ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പറയും എന്നെ പൂർണ്ണമായിട്ട് വിളിച്ചില്ല, കറക്റ്റ് സമയമായിട്ട് ഞാൻ പോവാം. അപ്പൊ ദ്രൗപദി രുക്മിണി പറയും അല്ല നീ പോകൂ, പാവമല്ലേ എന്ന് പറയും. അപ്പൊ ദ്രൗപദി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം 2 കൈയും കൊണ്ട് പിടിച്ചിരുന്നു, സാരിയൊക്കെ മുഴുവൻ അങ്ങോട്ട് പിടിച്ചു. ഇപ്പൊ 1 കൈ കൊണ്ട് പിടിച്ചു. അപ്പോൾ കൃഷ്ണൻ പോയില്ല. അതിനാണ് രുക്മിണി പറയുന്നല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി വിളിച്ചപ്പോൾ ദ്രൗപദി വിചാരിച്ചു ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് കൃഷ്ണൻ കേട്ടില്ല എന്ന് പറഞ്ഞ് 2 കൈയും പൊക്കിയിട്ട് കേശവ എന്നെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഉടനെ ഫാസ്റ്റായിട്ട് വരികയാണ്. കൃഷ്ണൻ വരുന്നതിന് മുമ്പ് സാരി അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുക. ഇതാരാ കൊടുക്കുക? അപ്പോൾ കൃഷ്ണൻ തിരിച്ചതുപോലെ വരും. പോയ സ്പീഡിൽ തിരിച്ചു വരും. രുക്മിണി പറയും എന്നാലും നമ്മുടെ മനസ്സ് മാറിയില്ലല്ലോ, പോയില്ലേ? അതല്ല, ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ നാമം രക്ഷിക്കും. അപ്പോൾ അദൃഷ്ടഫലം ഇവിടെ എന്താണ്? കാണാതെ തന്നെ ഒരു അദൃഷ്ടഫലം. അതായത് ഗജേന്ദ്രന് പ്രയാസം ആയി. ഗജേന്ദ്രനും മറ്റേ മുതലയും കൂടെ വെള്ളത്തിനകത്ത് ഇടിയും ഇടിയും 1000 യുഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. വെള്ളത്തിനകത്തായതുകൊണ്ട് ആനയും വീക്കായിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ഗജേന്ദ്രൻ എന്ത് ചെയ്തു? താമരപ്പൂ എടുത്ത് ഓ കേശവ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചതും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് സുദർശൻ ചക്രം വന്നിട്ട് രക്ഷപ്പെടുത്തി. ആരെ രക്ഷപ്പെടുത്തി? എന്ന് പറയുന്ന ആ മുതലയെ കൊന്നിട്ട് ഗജേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇപ്പം ഒരു റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടിന് എന്ത് പറയും? ഭവം വന്നോ? വന്നില്ല. അപ്പം അദൃഷ്ടഫലം. എന്നിട്ട് ഈ ഗജേന്ദ്രൻ മോക്ഷം കിട്ടിപ്പോയി. മോക്ഷം കിട്ടി എവിടെ പോയി? ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ ഭഗവാൻ നേരിട്ട് ഗജേന്ദ്രനെ കണ്ടു. ഇപ്പം ഭഗവാനെ കണ്ടോ? കണ്ടു. അപ്പൊ 2ഉം കിട്ടി. അദൃഷ്ടഫലം ആർക്കും കിട്ടി? ഗജേന്ദ്രനെ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടില് ഭഗവാൻ നമ്മുടെ ഡിവോഷൻ അനുസരിച്ച് നേരിട്ട് വന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടും. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉത്തമ യോഗി എന്ന് പറയുമ്പോൾ ഈ ഉത്തമ യോഗി മറ്റുള്ളവരെയും നമ്മുടെ പ്രയാസവും കമ്പയർ ചെയ്യണം. ഞാൻ വേറൊരാളുടെ പ്രയാസം കാണുമ്പോൾ അയ്യോ അയാൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കും പക്ഷെ ഞാൻ അതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വ്യത്യാസം എങ്ങനെ ചിന്തിക്കും? അല്ലേ, ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞ് ഹാപ്പിയായിട്ട് നമ്മൾ ചീത്തയും പറഞ്ഞങ്ങ് പോയി. കുറച്ച് നേരം ഇന്ന് ആലോചിക്കണം, ഇതേപോലെ എൻ്റെ അവസ്ഥയിൽ അയാൾ ഇരുന്നിരുന്നെങ്കിൽ, എന്നെ ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഞാനതെങ്ങനെ എടുക്കും, എനിക്ക് എത്ര വിഷമം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിൽ ഒരു ക്ഷണം ചിന്തിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പണിഷ്മെൻറ്റിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന വാക്കുകളിൽ വ്യത്യാസം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരുത്തിൻ്റെ വിഷമം എന്താണെന്ന് ചിന്തിച്ചു, അല്ലേ? പക്ഷെ ചിന്തിച്ചില്ലെങ്കിലോ ചില കുട്ടികൾ ജീവിതത്തിൽ പട്ടിണിയെ കിടന്നു നടക്കും. ഓക്കെ, അപ്പോൾ വേറൊരാളുടെ പട്ടിണിയെ കാണുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാവും. ഇതുവരെയും പട്ടിണി കിടന്നിട്ടില്ല. ആ വ്യക്തിക്ക് എത്ര പട്ടിണി എന്താണെന്ന് അറിയില്ല. ആ വ്യക്തിക്ക് പോയിട്ട് മറ്റുള്ളവங்க ഒരു ദിവസം കഴിക്കാതെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ഫീലിംഗ് വരില്ല. ആ ഫ്രണ്ടിൽ കഴിക്കാതിരുന്നാലും ഫീലിംഗ് വരില്ല. പക്ഷേ ഡെയിലി കഴിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കിടന്നില്ല അവിടെ കഴിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ അയാൾക്ക് വിശപ്പിൻ്റെ വേദന എന്താണ്, വിഷമം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി വേറൊരാൾ ഒരു ദിവസം കഴിക്കാതിരിക്കുമ്പോൾ ഉടനെ ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? ഇത്രയും കഷ്ടമാണ്, പാടാണ് വിശന്നിരിക്കുക എന്ന് പറയുന്ന കാര്യം അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവോട്ടീസിന് പട്ടിണി കിടക്കണ്ട, പക്ഷെ മനഃപൂർവ്വം കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പട്ടിണി കിടക്കും. അപ്പോൾ ഡിവോട്ടിക്ക് അറിയാം, അല്ലേ, വിഷമം എന്താണ്, കഴിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താണ്. ഡിവോട്ടി ആരെങ്കിലും സന്തോഷമായിട്ട് നിർജ്ജല വ്രതം എടുക്കാറുണ്ട്. ഒരു മാസത്തിന് മുമ്പേ പറഞ്ഞു തുടങ്ങാം, അടുത്ത മാസത്തെ ഏകാദശി നിർജ്ജല ഏകാദശിയാണ് കേട്ടോ, വിചാരിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെയൊക്കെയാണ് വ്രതം എടുക്കുന്നത്. എന്നിട്ട് അന്ന് തലേ ദിവസമേ പറഞ്ഞു, അയ്യോ നാളത്തെ കാര്യം ആലോചിച്ചാലേ എനിക്ക് ഇപ്പോഴേ തലവേദന എടുക്കും. ശരിയാണ്, അവർ തലവേദന അപ്പം തന്നെ തുടങ്ങും. പിന്നെ അന്ന് രാവിലെ ആയിരുന്നു പ്രശ്നം, രാത്രി ഉറക്കമേ ഇല്ല, ചിലർ ഉറങ്ങിയില്ല. ആദ്യകാലത്തൊക്കെയാണ് നമ്മളങ്ങനെ ഉറക്കമില്ല. എപ്പോൾ വെളുക്കും ഒരു 3 പ്രാവശ്യം എണീക്കും, അല്ലെങ്കിൽ അലാറം വെച്ചാൽ പോലും എണീക്കില്ല. മറ്റൊന്ന് 3 പ്രാവശ്യം എണീറ്റ് ആയോ, 5 മണിയായോ, 4 മണിയായോ, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ
കോൺഷ്യസ് നോക്കുക എത്ര ബുദ്ധിമുട്ടാണ്. ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ഫീൽ ചെയ്തിരുന്നെങ്കിൽ, അനുഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അപ്പം നമുക്ക് അവരങ്ങനെ കാണാൻ പറ്റും. ഇവർ ഈ രീതിയിലാണ് ഇരിക്കുന്നത്, ഇവർക്ക് ഈ പ്രയാസം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ഒരു ഡിവോട്ടിക്ക് ഡിവോഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന അഫൻസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന മോശമായ വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം, ഇതൊക്കെ ടക്കെന്ന് കുറയും. 5 എണ്ണം പറഞ്ഞാൽ 5 പ്രാവശ്യം തെറ്റും, മറ്റേത് 2 പ്രാവശ്യം തെറ്റിക്കത്തുള്ളൂ. നമ്മുടെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഡിവോഷനിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഒരു ഡിവോട്ടിയുടെ ലെവല് മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ചില ഡിവോട്ടീസിന് പ്രീച്ച് ചെയ്യാൻ അറിയില്ല. വന്ന ഉടനെ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു ബ്രോ, ജപിക്കുന്നില്ല, ഞാൻ വിട്ടു ബ്രോ പോട്ടെന്ന് പറയും. പറഞ്ഞിട്ട് കേൾക്കാത്തവർക്ക് പിന്നെ എനിക്കെന്താണ്, അവരിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സന്യാസിയുടെ ജോലി എന്ന് വെച്ചാൽ ഒരു സ്കോർപ്പിയോ എന്താ പറയുക തേളെന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങിപ്പോയി. ഇയാളെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങി ചാവരുതെന്ന് ഇങ്ങനെ എടുത്ത് രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് പുറത്തെടുത്ത് അത് കയ്യിൽ ഓട്ട് വെക്കും. അപ്പോൾ കുത്തി കൊടുക്കും. വേദനിച്ചിട്ട് എന്നാലും ഈ മുനിയെടുത്ത് അപ്പുറത്തേക്ക് തിരിച്ച് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു പറഞ്ഞാൽ അത് തിരിച്ച് വെള്ളത്തിൽ തിരിച്ച് അദ്ദേഹം എടുത്ത്. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾക്ക് തലയ്ക്ക് വെക്കാം. എത്ര പ്രാവശ്യം അത് കൂട്ടി, അതിനെ വിട്ടിട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ നേച്ചർ എന്താണ്? കുത്തുക. എൻ്റെ നേച്ചർ എന്താണ്? ഞാൻ സന്യാസിയാണ്, ഞാൻ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, ഞാൻ എടുത്ത് കിടും, രണ്ടും നടക്കട്ടെ. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും ആ തോട്ട്സിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ റോങ്ങായിട്ട് ചിന്തിക്കാം. നല്ലൊരു ഇമ്പോർട്ടൻസ് ശ്ലോകമാണ്, നല്ല ശ്ലോകമാണ്. അതുപോലെ എടുത്താൽ ഡിവോഷനിൽ മാറ്റം ഉണ്ടാവും. ശില പ്രഭുപാദി ഡൗട്ടുണ്ടോ? കാര്യം ചെയ്താൽ മതി.